ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദൈവമേ, വീട്ടിൽ നടന്ന സംഭവം ഋതികമ്മയുടെ ഇവിടെ പറയൂ. കാമുകന്റെ മുഖം വാടിപ്പഴുത്ത മൂവാണ്ടം വാങ്ങിയ പോലെ, കാമുകയുടെ മോന്തക്കിട്ട് തേനീച്ച കുത്തിയ പോലെ. മുണ്ടയ്ക്കലമ്മ അവിടെ ഇല്ലെന്ന് പറയുന്നു. അവരെവിടെ പോയി? ദൈവമേ, ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീഴുവോ? ഞാനിവിടെ കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഉള്ള കീടങ്ങളൊക്കെ എൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. അയ്യോ, വലിയ ലോഹ്യത്തിലായി ഇവറ്റകളുടെ വരവ്. കൊതുകുണ്ട്, ഉറുമ്പുണ്ട്, ചെള്ളുണ്ട്, പാറ്റ, പഴുതാര, ചൊറിയുന്നല്ലോ എൻ്റെ ദൈവമേ. തേൾ അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ. ടൂറ് പോയിരിക്കായിരിക്കും. ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണമല്ലോ. എന്റെ ബോസ് പാൽക്കാരി അമ്പികയെ വിളിച്ചു കളയാം. അമ്മണിയമ്മയാണല്ലോ. ഇപ്പൊ അറിയാം അവൾ ഓടിയതിന്റെ കാര്യം. ഹലോ മുണ്ടക്കലമ്മേ. അംബികെ, ആദ്യം അംബികയ്ക്ക് കേൾക്കാൻ സുഖമുള്ള ഒരു ഗുഡ് ന്യൂസ് പറയാം. അതിനുശേഷം എനിക്കുള്ള ഒരു സങ്കട വാർത്തയും പറയാം. പറയും മുണ്ടക്കലമ്മേ. ആ രാജുവിന്റെയും കൃതികയുടെയും കല്യാണ ജീവിതം ഞാൻ അലങ്കോലമാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. അല്ല, അവളിപ്പോ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടപ്പോഴേ എനിക്കെന്തോ പന്തികേട് തോന്നി. രണ്ടുപേരെയും ഞാൻ രണ്ട് വഴിക്കാക്കിയിട്ടുണ്ട്. ഇനി അവള് താലിമാല ഊരി അവന് കൊടുക്കുന്നതോടെ ഈ കഥയുടെ കർത്തനങ്ങ് വീഴും. എങ്ങനെയാ അവരെ പിരിച്ചേ? മുണ്ടക്കലമ്മ ചെയ്ത ആ പുണ്യകർമ്മത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഞാനിവിടെ ശ്വാസം മുട്ടി കിടക്കുക. എങ്കിലും ഞാൻ വിശദീകരിക്കാം. വെരി ഗുഡ് മുണ്ടക്കലമ്മേ, കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ ഈ പണി ഒപ്പിച്ച ഞാൻ ഇപ്പോഴും ഈ കട്ടിലിനടിയിൽ എട്ടുകാലി കുടുങ്ങിയതുപോലെ കിടക്കുക. അയ്യോ, ആരും പിടിക്കപ്പെടാതെ എന്നെ ഒന്ന് രക്ഷിക്കണം അംബികെ. ഇവിടെ എന്റെ മോനും മരുമോളും ഇല്ലാത്തത് കൊണ്ടാ ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നത്. അവരുണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെ എന്നെ ഇവിടുന്ന് പൊക്കിയാനെ. അമ്മ പേടിക്കണ്ട. ആരാലും പിടിക്കപ്പെടാതെ അമ്മയെ ഞാൻ നോക്കിക്കോളാം. ധൈര്യമായിട്ട് കുറച്ചുകൂടെ അവിടെ കിടക്ക. എനിക്ക് വിശന്നിട്ട് ഭ്രാന്ത് പിടിക്കാം അംബികെ. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ചിക്കനും മട്ടനും ഒക്കെ കടിച്ചു പറിക്കുന്നത് പോലെ ഭാവനയെ കണ്ട് അവിടെ കിടക്ക്. ഒട്ടും വൈകാതെ അമ്മയെ ഞാൻ രക്ഷിച്ചിരിക്കും. എന്നാ ശരി അംബികെ. ശരി. ഇവരെ ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ എവിടെ നിന്ന് ചിക്കനും മട്ടനും ഒക്കെ കടിച്ചു പറിക്കാൻ? ഇവിടെ കൊതു വന്ന് എന്നെ കടിച്ചു പറിക്കുക. ദൈവമേ. മോളെ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല ചെറിയമ്മേ. ഒന്നുമില്ലാതെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നീ ചെറിയമ്മയെ കാണാനെന്ന് പറഞ്ഞ ഓടി വന്ന് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി. എന്റെ മോൾക്ക് എന്താ പറയാനുള്ളത്?
ഏട്ടനെ വിളിച്ചില്ലേ അവനി? ഏട്ടൻ വരും. ഇവനെന്താ പുറംപോക്കിൽ താമസിക്കുന്നതിനെ പോലെ ഒരു ബന്ധുലത്തും വിട്ട് നിൽക്കുന്നേ? ആഹാരം കഴിക്കാൻ വാ രാജു. വാ രാജു. ഞാൻ പറഞ്ഞിട്ട് ആ കിളവി കൊടുത്ത പണി അസാധ്യമാ. രണ്ടെണ്ണവും തമ്മില് ഉടനെ അടിച്ചു പിരിയും. ഹോ, ആ കിളവി ഒരു മായയില്ലാത്ത സൈനഡ് ആണല്ലേ. നീ വാ. ദൈവമേ, വീട്ടിൽ നടന്ന സംഭവം ഋതികമ്മയുടെ ഇവിടെ പറയൂ. കാമുകന്റെ മുഖം വാടിപ്പഴുത്ത മൂവാണ്ടം വാങ്ങിയ പോലെ, കാമുകയുടെ മോന്തക്കിട്ട് തേനീച്ച കുത്തിയ പോലെ. നീ ഇരിക്കുന്നില്ലേ? എന്തു പറ്റി നിനക്ക്? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഈശ്വര, വർമ്മ സാറിനോട് മാഡം എല്ലാം പറയൂ. അതോ ഭാര്യയും ഭർത്താവും തമ്മിൽ സൗന്ദര്യപ്പിണക്കത്തിൽ വല്ലതും ആണോ? സൗന്ദര്യപ്പിണക്കം ഫാമിലി ലൈഫിൽ വളരെ നല്ലതാ. ആ പിണക്കങ്ങ് കഴിഞ്ഞാലേ ഇരട്ടി സ്നേഹമായിരിക്കും. അവന്റെ ഒരു ഓഞ്ഞ തമാശ. ഇവള് നടന്നതൊന്ന് തുറന്നു പറിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളൊന്ന് കൊഴുത്തേനെ. അച്ഛനോട് നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ? അച്ഛനോട് എല്ലാം തുറന്നു പറയണം.